ഇടിക്കല്ലേടാ തല്ലിപ്പൊളി. കണ്ണും കൊമ്പും വീശി. താങ്ക് യു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രാവിലെ പള്ളിയിൽ പോയില്ല. ജോക്കൂട്ടൻ എഴുന്നേറ്റിട്ടില്ല. അനുമോളെ കാറ്റിസം ക്ലാസ്സിൽ പോയേക്കാണ്. അപ്പം ഇന്ന് എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളുടെ രണ്ടാമത്തെ മകൻ്റെ നിശ്ചയമാണ്. അതായത് നിശ്ചയം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ കാണാനൊക്കെ വേണ്ടി വരില്ലേ, നിശ്ചയം പോലെ തന്നെ അച്ചാര കല്യാണം ഒക്കെയാണ് ഞങ്ങൾ പറയുക ക്രിസ്ത്യൻസ്. അപ്പോൾ അതാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പോകണം. 12 മണിക്കാണ് അവരെത്തുക. വടതലയിലാണ് എൻ്റെ അമ്മയുടെ വീട്. ചേരാനല്ലൂരിൽ നിന്ന് വടതലയിലേക്കൊരു 20 രൂപ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇപ്പം അത് അങ്ങനെ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ ഈ ബൈക്കിൽ കയറി ഞങ്ങളിങ്ങനെ പോവില്ല. അപ്പം എത്ര ബസ്സിലൊക്കെ കയറിയിട്ട് കുറേ നാളായി. അമ്മച്ചേട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകും. എന്നാലും കൂടുതൽ ഓട്ടോയിലും ബൈക്കിനൊക്കെ തന്നെ പോകണം. ബസ്സിലൊക്കെ പോയിരുന്ന കാലം മറന്നു. എനിക്ക് ഇഷ്ടമാണ് ബസ്സിൽ പോകാൻ. കുറേ ദൂരം അല്ല കേട്ടോ, കുറച്ച് ദൂരം. കുറേ ദൂരം പോയാൽ അപ്പം തന്നെ വാട് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ കുറേ ദൂരം പോകാനും പേടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞ് വേറെ കിടക്കോ പോലെ. അപ്പോൾ അമ്മച്ചിയുടെ മൂത്ത ആങ്ങളുടെ രണ്ടാമത്തെ മകൻ്റെ ഉറപ്പിക്കലാണെന്ന്. അപ്പോൾ അവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് പോകണം. എല്ലാവരും ഇല്ല, നമ്മളടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. 10-20 പേരുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെല്ലണം. 12 മണിക്കാണ് അവിടെ. 2 മണിക്ക് എൻ്റെ മോൾക്ക് കാറ്റിസം പരീക്ഷയാണ്. എങ്ങനെ കൊണ്ടുവന്ന് ഓടിച്ചെത്തിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു സാരില്ല, പോകാണ്ട് നമുക്ക് പറ്റില്ല. എന്താ നമ്മുടെ അത്ര അടുത്ത ബന്ധമല്ല, എൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ പോകാണ്ട് പറ്റില്ല. അപ്പോൾ പോകണം. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ നമുക്കിന്ന് അവിടെ പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇപ്പോൾ വിളിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് ജോക്കുട്ടൻ ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അപ്പച്ചനൊന്നും വിളിച്ചിട്ടില്ല. അത്ര വലിയ ചടങ്ങായിട്ടല്ല നടത്തണേ. ഇനിയിപ്പോൾ മനസ്സമ്മതവും കല്യാണമൊക്കെ വരുമ്പോഴത്തേനും എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും ഒക്കെ ഒന്നിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ ആണ്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മയുടെ വീട് വടതയിലാണെന്ന് പറഞ്ഞല്ലോ. ഇത് എൻ്റെ അപ്പച്ചൻ്റെ വീടാണ്. എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഇങ്ങനെ ആയിരുന്നില്ല, പഴയൊരു ഓടും വരെയായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പഴയൊരു ഉടുമ്പരായിരുന്നു. ഇതിപ്പോൾ ഏട്ടനാണ് ശരിയാക്കി ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ സമാധാന സ്വർഗമാണ് എനിക്ക്. സ്വർഗം പണ്ട് സ്വർഗമായിരുന്നു. നമുക്ക് കുട്ടിക്കാലം എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര നൊസ്റ്റുള്ള ഒരു വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെയാണ് ഓർക്കുമ്പോൾ. പക്ഷെ എന്നാലും തിരിച്ചു കിട്ടാത്തൊരു നല്ലൊരു കാലമായിരുന്നു അത്. അപ്പച്ചനും അമ്മയും കൂടെ ഉണ്ടാകാന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പനും അമ്മ ഉണ്ടാവുക. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അപ്പച്ചനും അമ്മച്ചനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഈ ചടങ്ങുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചിന്തിക്കാന്നറിയോ, അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലെന്ന്. അപ്പം ഇന്നലെ രാത്രി കുറേ ഞാൻ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അയ്യോ, അമ്മേനെ നമുക്ക് വയ്യായികയാണെന്ന് അറിഞ്ഞ് കുറച്ച് നാളൊക്കെ നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പച്ചൻ നമുക്കങ്ങനെ നോക്കാനൊന്നും പെട്ടെന്നുള്ള മരണം ഇതുകൊണ്ടേ നമുക്ക് നോക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പച്ചനെ. ഞാൻ രാവിലെ കോളേജിൽ പോകുമ്പോൾ കണ്ടിട്ട് പോയ ആളാണ്. വൈകിട്ട് വന്നപ്പോൾ കാണുന്നത് ഉച്ചക്ക് വന്നപ്പോൾ കാണുന്നത് അമൃത ഹോസ്പിറ്റലിൽ മരിച്ചു കിടക്കുന്നതാ. എന്താ പറയാ അല്ലേ, നമുക്ക് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അമ്മ എങ്ങനെ 3 കൊല്ലം ജീവിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ആരോഗ്യമില്ലാത്ത ശരീരം, പാദം മുതൽ മുടി വരെ അസുഖങ്ങളുള്ള ഒരാളായിരുന്നു അമ്മച്ചി. അമ്മ എങ്ങനെ എൻ്റെ കല്യാണം നടത്തിയെന്നോ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമാണ് എൻ്റെ കല്യാണം. സത്യം പറഞ്ഞാൽ അത്രയും സാമ്പത്തികം. ഞാൻ മനോട്ടനോട് എപ്പോഴും പറയും, നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. ഒരു 1400 രൂപ മാത്രം ശമ്പളമുള്ള ഒരു അമ്മയുടെ മോളെ കല്യാണം കഴിക്കാൻ കാണിച്ച മനസ്സില്ലേ, അതിന് ഭയങ്കര വലിയൊരു അവാർഡ് കൊടുക്കണം മനോട്ടാന്ന് പറയും.
അത് അപ്പനും അമ്മ ഉണ്ടാവുന്നുള്ളത്. അത് വലിയൊരു ഭാഗ്യം. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരെയും കാണുമ്പോഴൊക്കെ അമ്മയുടെ ആങ്ങളമാരെ എല്ലാവരെയും കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കും അപ്പനും. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. എനിക്ക് കൂടുതൽ പറയണം എന്നുണ്ട്, പക്ഷെ വേണ്ട. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും സങ്കടം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. പക്ഷെ എന്നാൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ മായാതെ ഇങ്ങനെ കിടക്കും. പ്രത്യേകിച്ച് ഇന്നലെ ആ ഫംഗ്ഷന് പോയപ്പോഴത്തേനും എല്ലാവരോടും ഉണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെടുത്തുന്നത് തന്നെ മരിച്ചുപോയ ചേച്ചിയുടെ മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഇല്ലാണ്ടായി പോവാണ്. അവരൊന്നും ഓർത്ത് കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഇല്ലേ നമ്മങ്ങ് അറിയാൻ പാടില്ല. എനിക്കറിയില്ല. ഞാൻ എന്താ അങ്ങനെ കുറേ സങ്കടമൊക്കെ വന്ന് പിന്നെ ഞാൻ ഓർത്ത് ഞാൻ അലക്കാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അലക്കാൻ വേണ്ടി ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ബാത്റൂമിൽ നമുക്കിങ്ങനെ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ചെറിയ കഷ്ണം സോപ്പ് വരില്ലേ, നല്ല സോപ്പ്. അപ്പം അത് ഞാനിങ്ങനെ അലക്കലിലേക്ക് കൊണ്ട് തേച്ച് വെച്ചിട്ട്, ഇവരുടെ യൂണിഫോമിൽ പിങ്ക് കളർ യൂണിഫോമാണ്. അപ്പോൾ പെട്ടെന്ന് അഴുക്കാവും, അതിൽ കറയൊക്കെ ഉണ്ടാവും. അതിൽ ഏട്ടൻ്റെ വൈറ്റ് ഷർട്ടൊക്കെ ഉണ്ടാവും അലക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കല്ലിലിട്ടാണ് അലക്കിയെടുക്കുക. അപ്പോൾ ആ സോപ്പ് വെച്ചിട്ട് ഞാനൊന്ന് അതിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ഞാൻ നേരത്തെ തന്നെ കുതിർത്തി വെച്ചേക്കൂട്ടോ. തലേ ദിവസം രാത്രി തന്നെ കുതിർത്തി വെച്ചില്ലെങ്കിൽ ഇതിൽ അഴുക്കൊന്നും പോവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുത്തി അലക്കി ഉരച്ചെടുക്കും. എൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു, ബ്രഷിൻ്റെ പല്ലൊക്കെ പോയി. പിന്നെ ഈ പിള്ളേർ കളിക്കുമ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് ഈ ബ്രഷ് എടുക്കും ഉരച്ച് കളിക്കാൻ വേണ്ടി. ഉരച്ചിങ്ങനെ ഓടിച്ചൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ പല്ലൊക്കെ പോയി. പിന്നെ അത് വെച്ചിട്ട് തേച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വെച്ച് തേക്കണം തേക്കാത്തതൊക്കെ കണക്കാണ്. അപ്പം ഞാൻ എന്താ കല്ലിൽ തന്നെ നന്നായിട്ട് കുത്തി തിരുമ്മി എടുത്ത് ഞാൻ എന്താ ബക്കറ്റിലെ വെള്ളത്തിൽ നന്നായിട്ട് ഊരും. പിന്നെ ഞാൻ കംഫോർട്ടൊന്നും ഇതിൽ മുക്കിയില്ല, കാരണം നമ്മൾ ആ നല്ല മണമുള്ള സോപ്പിൽ തന്നെയാണല്ലോ അലക്കിയെടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ ബാക്കിയുള്ള തുണിയെല്ലാം ഈ പണിയുടെ ഇടക്ക് വന്നിട്ട് ഞാനിങ്ങനെ വെള്ളം കളഞ്ഞും ഊരിയെടുത്തും പിഴിഞ്ഞും ഒക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇട്ടേക്കും. പിന്നെ ഞാൻ എന്താ വെള്ളയപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മാവ് പൊങ്ങിയില്ല. അപ്പം എനിക്ക് കൂടെ വല്ലാണ്ടായി. എനിക്ക് ഒന്നാമത് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ശരിയായില്ലെങ്കിൽ എൻ്റെ ദിവസമേ പോക്കാണ്. എനിക്കപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ നമുക്കത് മുന്നോട്ട് പോവാണ്ട് പറ്റില്ലല്ലോ. മാവ് പൊങ്ങിയിട്ടില്ലല്ലോ. മാവ് നന്നായിട്ടങ്ങ് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ രാവിലെയാണ് ഇത് അടിച്ചു വെച്ചത്. അപ്പം എൻ്റെ ഒരു ധാരണ അത് പൊങ്ങി വരും, 2 മണിക്കൂറൊക്കെ മതിയല്ലോ. ഞാൻ രാവിലെ ഒരു 6-6:30 എപ്പോഴാണ് ഇത് അടിച്ചു വെച്ചത്. പക്ഷെ എന്തോ മാവ് അങ്ങ് പൊങ്ങി വന്നില്ല. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി, ഇനി ചൂട് തട്ടുമ്പോൾ ആ ഒരു ഫോമിലേക്ക് വന്നാലോ എന്ന് കരുതി ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ടും ഇങ്ങനെ നമ്മൾ ഈ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു കട്ടി പോലെ തന്നെ ആ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും അരികളുള്ള ഒരു മൊരിച്ചിലൊക്കെ ഇല്ലേ, അതൊന്നും നമ്മുടെ ഈ മാവിനില്ല. അപ്പം ഞാൻ കരുതി ഇനി വേണ്ട, മെനക്കിടണ്ട, ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇതിന് നേരമില്ല. ഞാനിനി വേറെ പുട്ടിന് പൊടി ഒഴിച്ച് പുട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഇടിയപ്പത്തിന് ഒഴിച്ച് ഇടിയപ്പം ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തേന് എൻ്റെ നേരം പോവും. ഏട്ടൻ കൊച്ചിയിലേക്ക് അറ്റസം പഠിപ്പിക്കാൻ വേണ്ടി പോയേക്കാണ്. അന്നമോൾ ഇതാ വരാൻ നേരമായിട്ടുണ്ട്. എനിക്ക് അലക്കാനുണ്ട്, അടിച്ച് തുടച്ചിട്ടിട്ട് വേണം പോകാനായിട്ട്. പിന്നെ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വേറെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അപ്പം 10 മണിയാകുമ്പോഴത്തേനും അന്നമോള് പള്ളിയിലെ കഴിഞ്ഞ് വരും. അപ്പോഴേക്കും ജോക്കൂട്ടനെ എണ്ണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അവൻ്റെ മേലൊക്കെ കഴുകിച്ച് ഞാൻ നിർത്തി. പിന്നെ ഞാൻ ദോശ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തത്. അപ്പോൾ കുഴപ്പമില്ല, കഴിക്കാം. നമ്മൾ ഇടയ്ക്ക് ഇൻസ്റ്റന്റ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര ഭയങ്കര കാര്യമായിട്ട് പൊങ്ങിയിട്ടല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം അതേപോലെ റവ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരിക്കുന്ന പോലെ അത്രയ്ക്ക് ക്രിസ്പി അല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൂട്ടി പോകാം. പിന്നെ വേറെ ഉണ്ടാക്കാനും നിന്നില്ല, പിന്നെ കറി ഉണ്ടാക്കാൻ മെനക്കെടേണ്ടി വന്നില്ല. രാത്രി തന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി കൂട്ടിയിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കണം എന്ന് ഓർത്തിട്ടൊന്നും നടന്നില്ല കേട്ടോ. നമുക്ക് റിലേറ്റീവ്സിനെ കാണുമ്പോൾ ഫുഡ് എടുത്തു കൊടുക്കാനും നമുക്ക് പരിചയപ്പെടാനും ഇങ്ങോട്ടൊക്കെ ഓടി പുതിയ പെണ്ണിൻ്റെ വീട്ടുകാരോടൊക്കെ വർത്താനം പറയാൻ നടക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ ഫോണും കൊണ്ട് നടക്കാനും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ജോക്കുട്ടൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓടി അടുക്കളയിൽ വന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്ക് 36K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. 100 ഉമ്മയാണ് എൻ്റെ അത്രയും എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർക്ക്. എൻ്റെ മോനെന്താ 100,000 ഉമ്മ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. എൻ്റെ ചക്കരക്കുട്ടൻ്റെ ചക്ക
വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം അന്നമോൾ എന്താ കാറ്റീസം കഴിഞ്ഞ് വന്നു. ജോക്കുട്ടനെ മാതിരി മാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് വേണം. ഇപ്പം ഇടിയപ്പം വരുന്നെങ്കിൽ ഇപ്പം അവനൊരു വലിയൊരു ഉണ്ടയും കൊണ്ട് അതിൽ നിന്ന് പോയാനെ. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് അത് അവൻ്റെ അവകാശമാണെന്നുള്ള രീതിയിലാണ് വന്നങ്ങ് എടുത്തിട്ട് പോവുക. അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പം ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു കഴിച്ചോ, ഇനി എന്നെ നോക്കി നിന്ന് നേരം കളയണ്ട, കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അലക്കിയൊക്കെ എടുത്ത് ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ച ശേഷം അപ്പം ഞാൻ ഇരുന്നില്ലെങ്കിൽ ഇവരും ഇരിക്കില്ല. അപ്പം ഞങ്ങൾ സൺ നെക്സ്റ്റിൽ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഫിലിമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലും ഈ സിനിമ, അതേപോലെ തന്നെ പിന്നെ നന്ദനം, ബാഹുബലി അതേപോലെയുള്ള സിനിമകളൊക്കെ ഓടും. അപ്പം ഇതാ മനുവേട്ടൻ വന്നു. എനിക്കൊരു സർപ്രൈസുമായിട്ടാണ് മനുവേട്ടൻ വന്നത്. എന്തിനാ ചോർക്കണം? എല്ലാ കൊല്ലം അപ്പൊ മേടിച്ചെന്നതാ. പക്ഷെ ഇപ്രാവശ്യം ഇച്ചിരി പോയി. പക്ഷെ എന്നാല് താങ്ക് യു. കുമ്മട്ടി മാത്രം എല്ലാ കൊല്ലവും വാലന്റൈൻസ് ഡേക്ക് എനിക്ക് മേടിച്ചു തരുന്നതാണ് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ 2 ദിവസം വൈകി പോയി. എന്നാലും സാരില്ല, എനിക്ക് സന്തോഷം. നമുക്കറിയാം നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. എനിക്കിപ്പോൾ ഇതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ പോലും സന്തോഷമാണ്. അപ്പം ഞങ്ങളത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഏട്ടനൊരു ഡയറി മിൽക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ കവർ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ കൊല്ലവും മേടിച്ച് ഇത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷവും സങ്കടങ്ങളൊക്കെ പറയാൻ, ഒരു സങ്കടം വരുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ ഒരാളുണ്ടാവാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് ഇപ്പോൾ എന്താ പറയുക, ഋത്തിക് റോഷനും ഐശ്വര്യ ആവണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്നും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ പറയും എപ്പോഴും അടുക്കളയിൽ നിന്നും വീഡിയോ ഇട്ടിട്ട് നിനക്ക് മതിയാവണില്ലേ. ഞാൻ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യും, പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ വേണ്ടിടത്തെല്ലാം കൊണ്ടുപോവുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. അപ്പം എനിക്ക് ആ ലോക സ്വർഗ്ഗമാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ, ആൻറ്റിയുടെ വീട്ടിൽ പോയി പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്ന വഴി അത്രയും പാത്രം നിറച്ചും ബിരിയാണി ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഉണ്ടാക്കിയ കൊണ്ടുവന്ന ഫുഡ്, സ്വീറ്റ്സ്, അവിടെ കുടിക്കാൻ കലക്കി വെച്ച ജ്യൂസ് അടക്കം എല്ലാം ആൻറ്റി തന്നു വിട്ടു നമുക്ക് എല്ലാവർക്കും കേട്ടോ, റിലേറ്റീവ്സിന് എല്ലാവർക്കും. അപ്പം എനിക്കിനി വീട്ടിൽ പോയിട്ട് വേറെ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ കരുതി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി ഞങ്ങളൊന്ന് വരാപ്പുഴേ അതേപോലെ തന്നെ കടമക്കുടി ഭാഗത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. അപ്പം ഞങ്ങളിതാ വരാപ്പുഴ കടത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ. പിള്ളേർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മക്കളെ ആക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഈ കടത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ഞായറാഴ്ച വൈകുന്നേരമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നവരോട് എല്ലാവരും പറയും എവിടെയെങ്കിലും ട്രാവൽ വ്ളോഗ് പോകുന്നതൊക്കെ ഇട് ചേച്ചി എന്ന് പറയും. ഞങ്ങൾ പോക്ക് കുറവാണ്, പക്ഷെ എന്നാലും പോകുന്നത് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും. അപ്പൊ പിള്ളേർ ഇരുന്ന് ഊഞ്ഞാൽ അടുത്തത് വരാപ്പുഴ ഭാഗത്ത് കടത്തിറക്കുന്ന സൈഡിൽ ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ, പുഴയുടെ തീരത്തുള്ളത്. അവിടെ വേറെയും ജിം പാർക്കോ അങ്ങനെ പറയില്ലേ, അതാണ്. അപ്പൊ എനിക്കത് കണ്ടപ്പോ എനിക്കൊന്ന് ആടാനായിട്ട് കുതി ചേട്ടനെ കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് പേടിയാണ്. അപ്പൊ ചേട്ടൻ പോണതൊക്കെ രസമല്ലേ. എന്നേലും ചെറുതാണ് കേട്ടോ ചേട്ടൻ്റെ മനസ്സ്. ഞാനിങ്ങനെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുടെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടാനായിട്ട്. ഞാനിങ്ങനെ ഇരുന്ന് ആടുന്നപ്പോഴത്തേനും ഏട്ടനും അപ്പുറത്ത് വന്നിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി. അപ്പം ഞാൻ പറയായിരുന്നു, കാണുന്നവർ പറയും പിള്ളേരെ സൈഡാക്കിയിട്ട് കെട്ടിയാനും കൂടി ഇരുന്ന് ഊഞ്ഞാലാടാന്ന്. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ ലൈഫ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നോർത്ത് ജീവിച്ചാൽ
നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കാം, പക്ഷേ എല്ലാം അങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഓർത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അത് അവിടെയുള്ള കുരിശടിയാണ്, അവിടെ നേരെ പള്ളിയുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ, നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നവ്യ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ബേക്കറി ഉണ്ട് വരാപ്പുഴയിൽ. വരാപ്പുഴയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, ആ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം, അവർ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ആ ബേക്കറിയുടെ മുകളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാപ്പിയും വൈകുന്നേരം ഓരോ കട്ട്ലേറ്റും ഞങ്ങൾ കഴിച്ചു. ജോക്കുട്ടൻ പിന്നെ കട്ടൻ ചായയുടെ ആളാണല്ലോ. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ചു. സന്തോഷവും സങ്കടങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞൊരു ദിവസം